Hi all, welcome to Competitive Cracker. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു PSC പഠിച്ചു തുടങ്ങുന്ന ആള് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ ഫോക്കസ് ചെയ്തും കൊണ്ടാണ് പഠിക്കേണ്ടത്, അതല്ലെങ്കിൽ എന്തൊക്കെ ചിന്തകളാണ് നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടത് തുടങ്ങിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൺഫ്യൂഷൻസിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റുന്നത്, അതിന് എന്തൊക്കെയാണ് നിങ്ങൾ ഈ തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഈ ഒരു PSC എക്സാമിനുള്ള ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും, ഇപ്പോൾ 10th ലെവലാണെങ്കിലോ ഡിഗ്രി ലെവലാണ്, +2 ലെവലാണെങ്കിലോ ഏത് ലെവലാണെങ്കിലും ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും എന്താണ് ഈ ഒരു എക്സാം റിക്വയർ ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന സിലബസ് എന്ന് പറയുന്ന കാര്യം, ഓക്കെ, സിലബസ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കിയിരിക്കണം. ഏത് ലെവൽ എക്സാം ആണെങ്കിലും അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് ഈ ഒരു എക്സാം റിക്വയർ ചെയ്യുന്നത്, ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ലെവലിലാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എക്സാമിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ ഒരു റാങ്ക് ഫയൽ വാങ്ങി വെച്ച് ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചു പോവല്ല വേണ്ടത്. എന്താണ് എക്സാം റിക്വയർ ചെയ്യുന്നത്, സിലബസ് എങ്ങനെയാണ് വരുന്നത്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളൊരു ധാരണ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ പല ആളുകളിൽ നിന്ന് നിങ്ങൾ സജഷൻസ് എടുക്കുന്നുണ്ടാവും, പഠിക്കുന്നവരും അതല്ലെങ്കിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന ആളുകളോ ഇവരിന്നൊക്കെ നിങ്ങൾ സജഷൻസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവും. അതെല്ലാം അവരുടേതായിട്ടുള്ള വഴികളാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാന് നിങ്ങൾ ഉണ്ടാക്കി എടുത്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് പഠിക്കണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഏത് എക്സാമിനാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകൾ ഇതിന്റെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു PSC എക്സാമിലോട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ മൈൻഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഇവരെല്ലാം ഇവരുടേതായിട്ടുള്ള ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു PSC എക്സാം അല്ലെങ്കിൽ ഇതൊന്ന് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത്രയും വർഷങ്ങൾ എടുക്കും, ഇത്രയും സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും ചിന്തിക്കാതെ നമുക്ക് എന്താണോ വേണ്ടത്, അതല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്നുള്ളത് അവിടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ചുറ്റും നോക്കുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് ആളുകൾ, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ആളുകൾ, ഒരുപാട് വർഷങ്ങളായിട്ട് പഠിച്ച് കിട്ടാത്തവര്, റാങ്ക് ലിസ്റ്റിൽ വന്നവര്, വരാത്തവര്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, ഇവരെ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇത്രയുള്ള ആളുകളെ നമ്മൾ കാണുന്ന സമയത്ത് ഒരു കമ്പാരിസൺ അവിടെ സ്വാഭാവികമായിട്ടും നടക്കും അല്ലേ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ കാണുകയാണ്, ഓക്കെ, ആളിപ്പോൾ സർവീസിലോ കാര്യങ്ങളോ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കമ്പാരിസൺ അവിടെ നടക്കും എന്നുള്ളതാണ്. ഇത് ഇത്രയും പണിയുള്ള ഒരു എക്സാം ആണോ, അതല്ലെങ്കിൽ പഠിച്ചാൽ ഇത് കിട്ടില്ലേ, ഇത്രയും വർഷങ്ങൾ എടുക്കുന്നതാണോ, ഇനി ഞാൻ ഇത്ര വർഷങ്ങൾ പഠിക്കണോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചിന്തകൾ നമ്മളെ ആ ഒരു സമയത്ത് വരും. നമ്മളെ തന്നെ കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പാരിസണിലോട്ടോ
കാര്യങ്ങളിലോട്ടോ ഒന്നും പോവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ പഠനവുമായി നിങ്ങളുടെ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഏത് എക്സാമിന് വേണ്ടിയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനു വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം 2026 എന്ന് പറയുന്നത് ഒരു നല്ല ഒരു വർഷം തന്നെയാണ്. കാരണം ഒരുപാട് എക്സാമുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. PSC ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരുപാട് പേര് നമുക്ക് മുന്നേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ 2026 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കമ്പാരിസൺസും കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ട് അത് കളയാതെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിനി ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥി, ഇപ്പം പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം പഠിച്ചങ്ങ് കവർ ചെയ്യുക എന്നുള്ളതിലോട്ടൊന്നും നമുക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തെ വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുകയാണ്, അതല്ലെങ്കിൽ കൃത്യമായിട്ട് സിലബസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് എക്സാം റിക്വയർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലോട്ടെല്ലാം നിങ്ങൾ എത്തിയതിനു ശേഷം നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ ദിവസത്തെയും പഠനത്തെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അവിടെ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി അതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ ഏരിയ എന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുക. ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ, നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് അനാലിസിസ് നടത്തുക, അതല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ വിലയിരുത്തി കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ എന്ന് പറയുന്നതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു വാസ്റ്റ് സിലബസ് നമ്മുടെ മുന്നിൽ പഠിക്കാനായിട്ട് കാണുമ്പോൾ എന്തായാലും ഒരു പേടി നമ്മുടെ ഉള്ളിൽ വരും, അല്ലെ, ഇത് പഠിച്ച് തീരുവോ, അതല്ലെങ്കിൽ പഠിച്ച് കിട്ടുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ പഠിച്ച് കുറെ പോകുന്നതിന് പകരം കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷനും കാര്യങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പഠിച്ചു പോയിട്ട് കാര്യമല്ല, കൃത്യമായിട്ട് അതിൻ്റെ റിവിഷൻ കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അവിടെ മറന്നു പോകും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് റിവിഷൻ എന്ന് പറയുന്നത് കൃത്യമായ സമയങ്ങളിൽ നടത്തി പോവേണ്ടത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തെ വിലയിരുത്തിയും കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നങ്ങ് മാറ്റി വെക്കും, അല്ലേ. അതായത് ഈ ഭാഗമൊക്കെ എനിക്ക് അറിയാം, അതല്ലെങ്കിൽ ഇതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു വീക്ക് പോയിന്റും ഉണ്ട്, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പോയിന്റും ഉണ്ട്, അല്ലെ, ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് വരുന്നതും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയകളെ മാറ്റി വെക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുമ്പോൾ ഒരിക്കലും മാറ്റി വെക്കരുത്. കാരണം ഈ PSCയുടെ എക്സാം എന്ന് പറയുന്നത് പലപ്പോഴും ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ PSCയിൽ മലയാളം എന്ന് പറയുന്നത്, ചിലവരെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആ ഒരു എക്സാം പാറ്റേണിലോ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് പ്രത്യേക മാറ്റങ്ങളൊന്നും നമുക്ക് കണ്ടിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി അതല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നടന്ന എക്സാം പേപ്പറുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, കുറച്ച് ഡീപ്പ് ലെവലിൽ മലയാളത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പറയുന്ന മലയാളം എന്ന് പറയുന്ന ഏരിയ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ പോലും എന്താണ്, അവിടെ അത്തരത്തിൽ മാറ്റി വെക്കരുത്. അല്ലെങ്കിൽ ഏത് വിഷയമാണെങ്കിലും, ഇപ്പോൾ സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻ്റ് ഏരിയ അതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വെക്കരുത്. കൃത്യമായിട്ട് അതിനുള്ള സമയം മാറ്റി വെച്ചുകൊണ്ട് അതിനെയും പഠിക്കുക, കൃത്യമായിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്.
ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ ഓരോ വർഷത്തെയും ട്രെൻഡിനനുസരിച്ചും കൊണ്ട് നമ്മുടെ ഈ പറയുന്ന പഠനത്തെ നമ്മൾ മാറ്റേണ്ടതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഏരിയകൾ, വീക്ക് ഏരിയാസ്, സ്ട്രോങ് ഏരിയാസ് ഇതെല്ലാം മനസ്സിലാക്കിയും കൊണ്ട് തന്നെ പഠനം മുന്നോട്ട് പോവുക. വീക്ക് ഏരിയാസ് ആണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം മാത്സ് എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്ന ചിലവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സമയം കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയും കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതെനിക്ക് പഠിച്ചാൽ കിട്ടില്ല, അതല്ലെങ്കിൽ എനിക്ക് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് ഒന്നും എടുക്കാതെ ഇതിന് എങ്ങനെയൊക്കെ പഠിച്ചപ്പോൾ ഒരു തവണ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഒരു തവണയോ 2 തവണയോ ഒന്നും വായിച്ചാലൊന്നും നമുക്ക് അതിലോട്ട് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ അതവിടെ എങ്ങ് മാറ്റി വെക്കാതെ എന്ത് ചെയ്യുക, ദിവസങ്ങളോടെ നമ്മളത് വായിക്കുക. ഒരു 3 തവണ വായിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏതാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏരിയ അതിനെ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ടിപ്പുകളാണ് നമുക്ക് ഈ പറയുന്നത് തുടക്കക്കാർക്കായിട്ട് പറയാനുള്ളത്. അതായത് എന്താണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ എന്താണോ എക്സാം റിക്വയർ ചെയ്യുന്നത്, സിലബസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. 2026 എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവസരങ്ങളുടെ ഒരു വർഷമാണ്. സോ എന്ത് ചെയ്യാം, നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവലിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി LGS അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS എന്നൊക്കെ പറഞ്ഞ ഫോഴ്സുകളിലോട്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു വർഷം തന്നെയാണ്, അല്ലെങ്കിൽ എക്സാമുകൾ നടക്കാൻ പോകുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും പഠനത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മൾ എല്ലാ കോഴ്സുകൾക്കും എല്ലാത്തിനുമുള്ള കോഴ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പുകളും ഒക്കെ നമുക്കുണ്ട്. സോ ഇതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു 2026 നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്